സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടിക തയ്യാറായി. 3 പേരുടെ പട്ടികയ്ക്കാണ് UPSC അംഗീകാരം നൽകിയിട്ടുള്ളത്. നിതിൻ അഗർവാൾ, റവദ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചുരുക്കപ്പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും രാജീവ് ചേർന്നുണ്ട്. രാജീവ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്? വിഷ്ണു, അല്പസമയം മുൻപ് ചേർന്ന UPSCയുടെ യോഗമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 3 പേരുടെ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 3 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് UPSC കൈമാറിയിട്ടുണ്ട്. അതിൽ 1ാം സ്ഥാനത്ത് നിതിൻ അഗർവാളാണ്, 2ാം സ്ഥാനത്ത് റവദ ചന്ദ്രശേഖർ, 3ാം സ്ഥാനത്ത് യോഗേഷ് ഗുപ്തയാണ്. ഈ 3 പേരുടെ പട്ടികയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. പട്ടികയിൽ ഉൾപ്പെടും എന്ന് കരുതിയിരുന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, അതുപോലെ തന്നെ ADGP MR അജിത് കുമാർ എന്നിവരെ UPSC ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ തന്നെ UPSCക്ക് 6 പേരുടെ പട്ടികയായിരുന്നു സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നത്. അതിൽ തന്നെ നിലവിൽ DGPമാരായ 3 പേർക്ക് പുറമെ വിജിലൻസ് ഡയറക്ടറും DGPയുമായ മനോജ് എബ്രഹാം, അതുപോലെ തന്നെ ADGPമാരായ സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ തന്നെ MR അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതിനെയും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് UPSC വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UPSC സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത് UPSC യോഗം അംഗീകരിച്ചിട്ടില്ല. ഇതിനുശേഷമാണ് UPSC യോഗം ചേർന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക നിലവിൽ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയും UPSCയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിലവിൽ ഈ പരിഗണിച്ച 3 പേർക്ക് മറ്റു പരാതികൾ ഇല്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ 3 പേരുടെ ചുരുക്കപ്പട്ടിക തന്നെ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ റവദ ചന്ദ്രശേഖർ നിലവിൽ IBയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് അടുത്ത മാസം മുതൽ മറ്റൊരു പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ക്യാബിനറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിന് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണെങ്കിൽ സംസ്ഥാനത്തേക്ക് തിരികെ എത്താൻ സന്നദ്ധനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയുന്നത്. അതുപോലെ തന്നെ റവദ ചന്ദ്രശേഖറും അതുപോലെ തന്നെ യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ടും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട്. മാത്രമല്ല, യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള അപേക്ഷ നൽകരുത് എന്ന നിലവിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. ഇതിനെ തുടർന്ന് കേന്ദ്ര എംപാനൽമെൻറ്റുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷയിൽ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ കൈമാറാത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യങ്ങൾക്കിടെയാണ് നിലവിലിപ്പോൾ UPSC ചുരുക്കപ്പട്ടിക തയ്യാറാക്കുകയും 3 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് നിതിൻ അഗർവാൾ സംസ്ഥാന പോലീസ് മേധാവിയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം യോഗേഷ് ഗുപ്തയെ സംസ്ഥാന സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ റവദ ചന്ദ്രശേഖർ, അദ്ദേഹം IBയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്, കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറാണ്. അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിതിൻ അഗർവാൾ സംസ്ഥാന പോലീസ് മേധാവിയാകും. ഈ മാസം 30-നാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകേണ്ടത്. സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് ആരാണോ അവർ സംസ്ഥാന പോലീസ് മേധാവിയാകേണ്ടത് ഈ മാസം 30-നാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയ്ക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം തീരുമാനിക്കുകയും പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. വിഷ്ണു.